നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വരെ പഠിച്ചത് 0 to 90 ഡിഗ്രി വരെയുള്ള കാര്യങ്ങളായിരുന്നു. 0 to 90 ഡിഗ്രി, 0 മുതൽ 90 വരെയുള്ള ആംഗിളിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതായത് ടേബിൾ ഉണ്ടായിരുന്നു, വില 0, സൈൻ 0, കോസ് 0 എന്നൊക്കെ പറഞ്ഞ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 0 to 90 വരെ പോരാ. ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് അറിയണം. ഓക്കെ ആണല്ലോ? ഇനി അങ്ങോട്ട് 0 മുതൽ 90 ഡിഗ്രി മതിയാവില്ല, ബാക്കി ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലും കണ്ടുപിടിക്കുന്ന പഠിക്കണം. അതിനുവേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാം ആംഗിൾ, കോണുകൾ അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ആംഗിൾ, ആംഗിൾസ്. ണല്ലോ, ഇതാണ് സ്റ്റാർട്ടിംഗ് ലൈന്, ഇത് എൻഡ്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇനീഷ്യൽ ലൈനും ഇനീഷ്യൽ സൈഡ്. ഇനീഷ്യൽ സൈഡ്. അപ്പൊ ഇതോ ടെർമിനൽ സൈഡ്. എന്നാണ് ഇത് ഇനീഷ്യൽ സൈഡാണ്, ഇത് ടെർമിനൽ സൈഡാണ്. നിങ്ങൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുക? ഡിഗ്രി മെഷർമെന്റ് നിങ്ങൾക്ക് അറിയാം. ഡിഗ്രി മെഷർമെന്റ് പഠിച്ചതാണ്, എല്ലാവരും പഠിച്ച കാര്യമാണ് ഡിഗ്രി മെഷർമെന്റ്. എങ്ങനെ മെഷർ ചെയ്യുക? പ്രൊട്രാക്ടർ ഇവിടെ വെക്കും, ഇതിങ്ങനെ അളക്കും അല്ലേ? ആണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. ഇത് ഇനീഷ്യൽ സൈഡ്. അടുത്ത ലൈൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇതാ ബി, ഇതാണ് ടെർമിനൽ സൈഡ്. അപ്പൊ നമ്മൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യും? അപ്പൊ ഡൗട്ട് വരാം അല്ലെ, ഇങ്ങനെ മെഷർ ചെയ്യണോ അത് ഇങ്ങനെ മെഷർ ചെയ്യണോ? രണ്ട് തരത്തിൽ നോക്കാമല്ലോ നമുക്ക്. നമ്മൾ നേരത്തെ എങ്ങനെയാ നോക്കിയേ? മേലോട്ടേക്കാണല്ലേ, ആണല്ലോ. ഇപ്പോഴോ ഇങ്ങനെ ആംഗിൾ വന്നതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കണോ അതോ ഇങ്ങനെ നോക്കണോ എന്നുള്ള ഡൗട്ട് വരാം, ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ രണ്ട് തരത്തിലുള്ള ആംഗിൾ പറയാം. ഒന്ന് പോസിറ്റീവ് ആംഗിൾ ആണ്, ഒന്ന് നെഗറ്റീവ് ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ. ഈ ആംഗിൾ ആണ് പോസിറ്റീവ്, അതായത് ഈ ഡയറക്ഷനിൽ, മേലോട്ടേക്കുള്ള ഡയറക്ഷനിൽ ഇത് പോസിറ്റീവ് ആംഗിൾ ആണ്, ഇത് നെഗറ്റീവ് ആംഗിൾ ആണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോക്ക് അറിയാലോ, ക്ലോക്ക്. ഒരു ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്കിന്റെ സൂചി എങ്ങനെ തിരിയുക? ഈ ഡയറക്ഷനിലല്ലേ, ഇങ്ങനെയാണ് കറങ്ങുക. ക്ലിയർ അല്ലേ? ഇതിനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തിരിച്ചാണ് നമുക്ക് എന്ത് പറയാം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഏത് ഡയറക്ഷൻ ആണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതെന്ത് ഡയറക്ഷൻ ആണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതാണ് എന്ത്? പോസിറ്റീവ് ആംഗിൾ. പോസിറ്റീവ് ആംഗിൾ. അപ്പൊ ഇതെന്ത് ആംഗിൾ ആണ്? ഇത് നെഗറ്റീവ് ആംഗിൾ ആയിരിക്കണം. ഇതെന്ത് ഡയറക്ഷൻ ആണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതാ ഇതേ ഡയറക്ഷൻ ആണ് ഇതിന് ഇവിടെയും വരുന്നത്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അത് എന്ത് ആംഗിൾ ആണ്? നെഗറ്റീവ് ആംഗിൾ ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിലോ പോസിറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് വിളിക്കാം? നെഗറ്റീവ് ആംഗിൾ എന്ന് വിളിക്കാം. ഇതല്ല, ഈ ഡയറക്ഷൻ അല്ല, ഇത് ഇവിടെ കാണുന്ന ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആംഗിൾ. ഇത് നെഗറ്റീവ് ആംഗിൾ ആണ്, ഇത് പോസിറ്റീവ് ആംഗിൾ ആണ്. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആംഗിൾ ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഈ ആംഗിൾ മെഷർ ചെയ്യാൻ നിങ്ങൾ പഠിച്ച മെത്തേഡാണ് ഡിഗ്രി മെഷർമെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ 0 to 90 വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ 10th വരെ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത് ഏത് ആംഗിൾ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഡിഗ്രി മെഷർമെന്റ് മാത്രം പോരാ, പുതിയൊരു മെഷർമെന്റിലേക്ക് പോകാൻ നമ്മൾ. അതാണെന്ത്? റേഡിയൻ മെഷർ. അപ്പൊ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ നിങ്ങൾ എന്താ പഠിച്ചത്? ഡിഗ്രി മെഷർമെന്റ് മാത്രമാണ്.
അത് മാത്രം പോരാ, പുതിയ മെഷർമെന്റ് എന്താണ്? റേഡിയൻ മെഷർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. റേഡിയൻ മെഷർ പറയുന്നതിനെക്കാട്ടും മുമ്പ് ഡിഗ്രി മെഷർമെന്റ് നമുക്കൊന്ന് നോക്കിയിട്ട് എന്തിലേക്ക് പോവാം? റേഡിയൻ മെഷറിലേക്ക് പോവാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആംഗിൾ ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ ആണ്. ഡിഗ്രി മെഷർ. ഡിഗ്രി മെഷർ അറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ എന്ത് കൂടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ? പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഡയറക്ഷനാണ് എന്താണ് ആംഗിൾ വരിക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കറിയാം എന്ത് ഡയറക്ഷൻ ആണ് ഇത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ എന്താ വരിക? അത് പോസിറ്റീവ് ആംഗിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു 60 ഡിഗ്രി എന്നിരിക്കും. ഓക്കെ, ഓ എ ബി. ഈ ഡയറക്ഷൻ ആണ് എന്താ വരിക? എന്തായാലും 90 കൂടുതലല്ലേ? നമുക്കൊരു 120 ഡിഗ്രി എടുക്കാം അല്ലേ? വേണ്ട, 110 ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. 110 ഡിഗ്രി 90 കൂടുതൽ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് ആംഗിൾ ആണ്. സ്ട്രെയിറ്റ് ആംഗിൾ ആണെങ്കിലോ ഇത് ഒ, ഇത് എ, ഇത് ബി. 3 ഡിഗ്രി ആയിരിക്കണം. ഈ ഡയറക്ഷനാണ്, 3 ഡിഗ്രി ആയിരിക്കണം. 180 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? അതും അറിയാം. ഇനി നമുക്ക് ഇങ്ങനെയാണെങ്കിലോ എ ഒ ഈ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതെന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. എന്ത് ആംഗിൾ ആയിരിക്കണം? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു -50 അങ്ങനെ എടുക്കാം. -50 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഒരു സ്ട്രൈറ്റ് ആംഗിൾ ആണ് 180 ഡിഗ്രി. അത് നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ്. സ്ട്രൈറ്റ് ആംഗിൾ 180 ഡിഗ്രി. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്ത് ആംഗിൾ ആയിരിക്കണം? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കണം. ഇനി ഇനീഷ്യൽ സൈഡും അതുപോലെ ടെർമിനൽ സൈഡും ഒന്ന് തന്നെയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആംഗിൾ എന്തായിരിക്കണം? നിങ്ങൾ പഠിച്ച കാര്യമാണ്, 10th 9th പഠിച്ച കാര്യമാണ്. കംപ്ലീറ്റ് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 360 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിഗ്രി മെഷറിനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ആകെ കാര്യമായിട്ട് പറയാനുള്ള എന്താണ്? നെഗറ്റീവ് ആംഗിളിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഇനി എന്തിലേക്ക് പോവാം? റേഡിയൻ മെഷറിലേക്ക് പോവാം. ഓക്കെ, എന്താണ് റേഡിയൻ മെഷർ? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. റേഡിയൻ മെഷർ പറയുന്നതിനേക്കാൾ മുമ്പിട്ട് നമ്മൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യുക? ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുക. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കണം. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് 1 യൂണിറ്റ്. ഓക്കെ ആണല്ലോ. ഈ ലെങ്ത് എത്രയാണ്? r = 1. 1 മീൻസ് 1 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി മെഷർ, ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ ഒരു വഴി പറഞ്ഞത് ഡിഗ്രി മെഷർമെന്റ് ആണ്. റേഡിയൻ മെഷർ നോക്കാം നമുക്ക്. ഇവിടുന്ന് ഇപ്പം ഇത് എ, ഇത് ബി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എ ബി എന്നുള്ള ആർക്ക് കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ കാണുന്നില്ലേ? ഈ എ ബി എന്നുള്ള ആർക്ക്, മലയാളത്തിൽ പറയുമ്പോൾ ചാപം അല്ലേ? എ ബി എന്നുള്ള ചാപം കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണ് കാണുന്നുണ്ട് നിങ്ങൾ. അതായത് എ ബി എന്നുള്ള ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴിഞ്ഞ പോലെ പഠിച്ചതാണ്, സെൻട്രൽ ആംഗിൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ കാണുന്നുണ്ട്. നമുക്ക് ഡിഗ്രി മെഷർ ചെയ്യുന്ന അറിയാം. നമുക്കിപ്പം വേണ്ട എന്താണ്? റേഡിയൻ മെഷറാണ്. ഇതിൻ്റെ റേഡിയസ് എത്രയായിരുന്നു? 1 യൂണിറ്റ് അല്ലേ? ആണല്ലോ. അപ്പോൾ ഈ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് എന്താണോ, ഈ ആർക്ക് ലെങ്ത്, ഇതിപ്പം എക്സ് ആണെങ്കിൽ, ആർക്ക് ലെങ്ത് എക്സ് ആണെങ്കിൽ അതാണ് അതിന്റെ റേഡിയൻ മെഷർ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഈ ആർക്ക് ലെങ്ത് എന്താണോ അതാണ് അതിന്റെ റേഡിയൻ മെഷർ. അപ്പോൾ ഇതിന്റെ റേഡിയൻ എത്രയാണ്? എക്സ് റേഡിയൻ ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് വേറെ യൂണിറ്റ് സർക്കിൾ എടുക്കാം.
ഓക്കെ, നമുക്കിത് നോക്കണം. ഇത് എത്ര റേഡിയനാണ് നോക്കണം. നോക്കാം എത്ര റേഡിയനാണ് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? നമ്മൾ ഇവിടെ പറഞ്ഞത് ആർക്ക് ലെങ്ത് എന്താണോ അത്രയും റേഡിയൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ആർക്ക് ലെങ്ത് ഇവിടെ മുതൽ ഇവിടെ വരെ എ ടു ബി ഇതാണ്, താഴത്തല്ല ഇതാണ് എ ടു ബി. ഈ ആർക്ക് ലെങ്ത് y ആണെങ്കിൽ സെൻട്രൽ ഉണ്ടാക്കുന്ന റേഡിയൻ എന്തായിരിക്കണം? y റേഡിയൻ ആയിരിക്കണം. y റേഡിയൻ. ഡൗട്ടില്ലല്ലോ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എന്ത് റേഡിയൻ വരണം നോക്കാം. നമുക്ക് മൊത്തം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം നീളമല്ലേ, പെരിമീറ്റർ അല്ലേ, ചുറ്റളവല്ലേ അല്ലേ? മൊത്തം നീളം ചുറ്റളവാണ്. ആ എന്തായിരുന്നു സർക്കിളിന്റെ ഇക്വേഷൻ? സർക്കിളിന്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ. എന്തായിരുന്നു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്? എന്തായിരുന്നു ഇക്വേഷൻ? 2πr ആണ് അല്ലേ, 2πr. ഇവിടെ റേഡിയസ് ഇതിനെ എടുത്തത് നമ്മൾ 1 യൂണിറ്റ് ആണ്. അപ്പൊ എന്തായി മാറും? അത് 2π × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതിന്റെ മൊത്തം റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തം റേഡിയൻ എന്ന് പറഞ്ഞാൽ മൊത്തം ആർക്ക് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. മൊത്തം ആർക്ക് ലെങ്ത് എത്രയാണ്? 2π ആണ്. അപ്പൊ മൊത്തം റേഡിയൻ എത്രയായി മാറും? 2π റേഡിയൻ ആയി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊത്തം ആർക്ക് ലെങ്ത് എടുത്താൽ മതി. അത് എത്രയാണ്? 2π ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? നമുക്കറിയാം, നേരത്തെ പഠിച്ചതാണ്. മൊത്തം ആംഗിൾ എത്ര ഡിഗ്രി പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലേ? മൊത്തം റേഡിയൻ പറയുമ്പോൾ എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്കൊരു റിസൾട്ട് കിട്ടും. 360 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? 2π റേഡിയൻ ഈക്വൽ ആണ്. എന്താണ്? 360 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? 2π റേഡിയൻ ഈക്വൽ ആണ്. ഒന്നുകൂടി നോക്കാം നമുക്ക്. റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് സർക്കിൾ അവിടെ ഉണ്ടാക്കുന്ന ആർക്ക് ലെങ്ത് എന്താണോ അത്ര റേഡിയൻ ആയിരിക്കും ആ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ എക്സ് ആർക്ക് ലെങ്ത് ആയതുകൊണ്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് റേഡിയൻ. ഇവിടെ ആർക്ക് ലെങ്ത് y ആയതുകൊണ്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ y റേഡിയൻ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ മൊത്തം ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്, അതിന്റെ പെരിമീറ്റർ ആണ്. അത് എത്രയാണ്? 2πr ആണ്. ഇവിടെ r 1 ആയതുകൊണ്ട് എന്തായി മാറും? 2π ആയി മാറും. എന്ന് പറഞ്ഞാൽ മൊത്തം റേഡിയൻ എത്രയാണ്? 2π റേഡിയൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരുന്നു? 360 ഡിഗ്രി ആയിരുന്നു. അപ്പോ ഇത് എന്തിന് ഈക്വൽ ആണ്? 360 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? 2π റേഡിയൻ ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം നമുക്ക്. ഇതോ എത്ര ഡിഗ്രി ആണെന്നറിയാം നമുക്ക്? 180 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? അപ്പൊ ഈ ആർക്ക് ലെങ്തോ ഇവിടെ മുതൽ ഇവിടെ വരെ പകുതി ആർക്ക് ലെങ്ത് എത്ര വരിക? ഇത് മൊത്തം 2π ആണ്, പകുതി എന്തായിരിക്കും വരിക? π ആണ്. അപ്പൊ 180 ഡിഗ്രി ഈക്വൽ ടു π റേഡിയൻ അല്ലെ? ഇവിടുന്ന് നമുക്ക് കിട്ടും 360 ഡിഗ്രി 2π റേഡിയൻ ആണെങ്കിൽ നേരെ പകുതി 180 ഡിഗ്രി π റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയോ? π/2 റേഡിയൻ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊന്ന് ടേബിൾ ചെയ്യാം. നോട്ട് ചെയ്തേക്കണേ, ടേബിൾ ചെയ്യാം. ഡിഗ്രി റേഡിയൻ. അപ്പൊ നോക്കാം, നമുക്ക് കിട്ടിയത് 360 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻ, 180 ഡിഗ്രി ഈക്വൽ ടു π റേഡിയൻ, 90 ഡിഗ്രി ഈക്വൽ ടു π/2 റേഡിയൻ, അതിന്റെ പകുതി 45 ഡിഗ്രി ഈക്വൽ ടു π/4 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി എന്താ വരിക? ഇത് നോക്കിയാൽ മതി. 60 ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് നോക്കിയാൽ മതി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π റേഡിയൻ അല്ലേ? അതിന്റെ 1/3 പാർട്ടല്ലേ 60 ഡിഗ്രി. അപ്പൊ ഇതിന്റെ 1/3 പാർട്ടായ π/3 വരും, π/3 റേഡിയൻ. ഓക്കെ, നമുക്കറിയാം 30 ഡിഗ്രി നോക്കാം. 30 ഡിഗ്രി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് പറയാം 180 ഡിഗ്രിന്റെ 1/6 പാർട്ടാണ്. അപ്പോ π റേഡിയന്റെ 1/6 പാർട്ട് വരും എന്ന് പറഞ്ഞാൽ π/6 റേഡിയൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് ഒന്ന് നോക്കാം. 360 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻ, 180 ഡിഗ്രി ഈക്വൽ ടു π റേഡിയൻ,
90 degree equal to pi by 2 radian, 45 degree equal to pi by 4 radian, 60 degree equal to pi by 3 radian, last one 30 degree equal to pi by 6 radian. Important ആണ്. നമുക്കൊന്ന് ടേബിളിലേക്ക് മാറ്റാം. Degree 30 degree pi by 6, 45 degree pi by 4 അല്ലേ, pi by 4 ആണ്. അടുത്ത 60 ഡിഗ്രി എന്താണ്, 30 കഴിഞ്ഞു 45 കഴിഞ്ഞു 60 ഡിഗ്രി pi by 3 ആണല്ലേ, pi by 3 റേഡിയൻ. അടുത്തത് 90 ഡിഗ്രി എന്താ വരിക, pi by 2 റേഡിയൻ ആണ്. ഓക്കെ, പിന്നുള്ളത് 180 ഡിഗ്രി അതെന്താ വരിക, പൈ റേഡിയൻ ആണ്. 360 ഡിഗ്രി 2 പൈ റേഡിയൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം നമുക്ക് 30 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 6, 45 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 4 റേഡിയൻ, 60 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 3 റേഡിയൻ, 90 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 90 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻ, 180 ഡിഗ്രി ഈക്വൽ ടു പൈ റേഡിയൻ, ലാസ്റ്റ് വൺ 360 ഡിഗ്രി ഈക്വൽ ടു 2 പൈ റേഡിയൻ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ആ ട്രിഗണോമെട്രി റേഷ്യോസ് ഇല്ലേ, അതായത് ആംഗിൾസ് 30, 60, 90, അതുപോലെ ആംഗിൾസ് 45, 45, 90, 30, 60, 90, 45, 45, 90 വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമായിരുന്നു. അത് വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോ 60, 90, 30 റേഷ്യോ എന്തായിരുന്നു, 1:√3. 60 ഓപ്പോസിറ്റ് √3 90 ഓപ്പോസിറ്റ് 2 ആണ്. √3 30, 90. 60 ഓപ്പോസിറ്റ് റേഷ്യോ √3, 30 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് 2. അതുപോലെ 45, 45, 90 ഇതിന്റെ റേഷ്യോ 1:1:√2. ഇനി നമുക്ക് ആ വാല്യൂസ് നോക്കാം. സൈൻ, കോസ്, ടാൻ. സീറോ, 30, 45, 60, 90. ഓക്കെ, നോക്കാം. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്, അതായത് 1/2. അടുത്ത സൈൻ 45 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, 1/√2. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. 60 ഓപ്പോസിറ്റ് എവിടെയാണ് വരുന്നത്, √3 ആണല്ലേ. അപ്പോൾ √3/2. നമുക്ക് കോസ് നോക്കാം. കോസ് 30ന്റെ കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. അപ്പോൾ എന്താ കിട്ടുക, 30ന്റെ അഡ്ജസന്റ് സൈഡ് √3 ആണ്, √3/2. ഓക്കെ ആണല്ലോ. ഇനി കോസ് 60 നോക്കിയേ, 60ന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്, അതായത് അഡ്ജസന്റ് സൈഡ് 1 ആണ്, 1/2. ക്ലിയർ ആണല്ലോ. ഇനി ടാൻ നോക്കാം. ടാൻ 30ന്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻസ്, അതായത് ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. ടാൻ 60ന്റെ ഓപ്പോസിറ്റ് √3 ബൈ അഡ്ജസന്റ് 1. √3/1 ആണ്, നമുക്ക് √3 എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഈ വാല്യൂസ് നോക്കാം. കോസ് 45 അത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് 1/√2 തന്നെയാണ്. ടാൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/1, 1 തന്നെ കിട്ടും.
നമുക്ക് ഈ വാല്യൂസും കൂടി നോക്കാം. സൈൻ 0 0 ആണ്, സൈൻ 90 1, അതുപോലെ കോസ് 0 1, കോസ് 90 0. ഇത് 0 ആണ്, ഇവിടെ നോട്ട് ഡിഫൈൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. ലാസ്റ്റ് വൺ tan 0 0, tan 30 1/√3, tan 45 1, tan 60 √3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കുമ്പോൾ ശരിക്ക് കുറെ വിലകൾ ഈക്വൽ ആണ് അല്ലേ. ഇവിടെ 1/2 1/2, 1/√2 1/√2, √3/2 √3, അങ്ങനെ കുറെ വാല്യൂസ് ഈക്വൽ ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് 3 വാല്യൂസാണ്, 3 റേഷ്യോസ് ആണ് ട്രിഗണോമെട്രി, സൈന് കോസ് ടാൻ. എന്ന് നമുക്ക് എന്ത് കൂടിയുണ്ട്, അടുത്ത 3 കൊസീക്ക് സീക്ക് കോട്ടും കൂടിയുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഇതുപോലെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതിന്റെ റെസിപ്രോക്കൽ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. കൊസീക്ക് സീക്ക്, ലാസ്റ്റ് വൺ കോട്ട്. എന്തായിട്ടാ, സൈൻ 0 0 ആയതുകൊണ്ട് കൊസീക് 0 നോട്ട് ഡിഫൈൻഡ് ആണ്, 1/0 നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. അടുത്തത് സൈൻ 30 1/2 ആണ്, അപ്പോൾ കൊസീക് 30 2/1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 കിട്ടും. പിന്നെ √2, പിന്നെ 2/√3. ഓക്കെ ആണല്ലോ. അടുത്ത 1 2/√3, ഇതിന് റെസിപ്രോക്കൽ എടുത്താൽ മതി. √2 2 നോട്ട് ഡിഫൈൻഡ്, പിന്നെ നോട്ട് ഡിഫൈൻഡ് √3 1 1/√3. അപ്പൊ നോക്കാം നമുക്ക്. ഇപ്പൊ നിങ്ങൾ എഴുതിയപ്പോൾ കുറെ വാല്യൂസ് ഈക്വൽ ആവുന്നുണ്ട് അല്ലേ, കുറെ വാല്യൂസ് ഈക്വൽ ആവുന്നുണ്ട്. ഏതൊക്കെയാണ്? സൈൻ 30 എന്തിനോട് ഈക്വൽ ആണ്? സൈൻ 30 1/2 ആണല്ലേ. എന്തിനോട് ഈക്വൽ ആണ്? കോസ് 1/2, കോസ് 60 ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയത് സൈൻ 30 ഈക്വൽ ടു കോസ് 60. ഓക്കെ ആണല്ലോ. അടുത്തെന്ന് പറഞ്ഞേ സൈൻ 45. നോക്ക്, 45 എന്താണ്? 1/√2 ആണ് അല്ലേ. സൈൻ 45 1/√2 ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? കോസ് 1/2, സോറി കോസ് 45 ഈക്വൽ ആണ്. അത് എന്തിനാണ്? 1/√2. അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈൻ 45 ഈക്വൽ ടു കോസ് 45. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയത് സൈൻ 30 ഈക്വൽ ടു കോസ് 60, സൈൻ 45 ഈക്വൽ ടു കോസ് 45. വേറെ എന്തെങ്കിലും വാല്യൂ ഈക്വൽ ആവുന്നുണ്ടോ? അത് നോക്കുക. സൈൻ 60 എന്തായിരുന്നു? √3/2 ആണല്ലേ. ആ എന്തിന് ഈക്വൽ ആണ്? കോസ് 30 ഈക്വൽ ആണ്. അതായത് സൈൻ 60 ഈക്വൽ ടു എന്തായിരുന്നു? √3/2 ആയിരുന്നു. അത് തന്നെയാണ് എന്ത്? കോസ് 30 അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 60 ഈക്വൽ ടു കോസ് 30. ക്ലിയർ ആണല്ലോ. അതേപോലെ സൈൻ 0 എന്താണ്? 0 ആണ്. കോസ് 90 എന്താണ്? 0 ആണ്. അതും കൂടി നമുക്ക് ഇവിടെ എഴുതാം. സൈൻ 0 ഈക്വൽ ടു കോസ് 90. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും റിസൾട്ട് കാണുന്നുണ്ടോ? സൈൻ 0 കോസ് 90, സൈൻ 30 കോസ് 60, സൈൻ 45 കോസ് 45, സൈൻ 60 കോസ് 30. എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ? അങ്ങനെയാണ് ഞാൻ വേറെ ചെയ്തിട്ടെ. സൈൻ 10 എന്താ വരിക? നോക്കി നോക്കുക നമുക്ക്. സൈൻ 0 കോസ് 90 ആണല്ലേ. ഈ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 0 + 90 90 ആണ്. സൈൻ 30 എന്തിന് ഈക്വൽ ആണ്? കോസ് 60 ഈക്വൽ ആണ് അല്ലേ. ഇവിടെ നിങ്ങൾ കൂട്ടി നോക്കുക. 30 + 60 അവിടെ 90 ആണല്ലേ. 45 + 45 അവിടെ 90 ആണ്. 60 + 30 അവിടെ 90 ആണ്. അങ്ങനെയാണെങ്കിൽ 90 കിട്ടുന്ന തരത്തിലുള്ള ആംഗിൾ ആണ് എന്ത് വരിക? ഈക്വൽ ആയി വരും അല്ലേ. അപ്പൊ സൈൻ 10 എന്തിനോട് ഈക്വൽ ആവണം? അതിനോട് എന്ത് കൂട്ടിയാലാണ് 90 കിട്ടുക?
10നോട് എന്ത് കൂട്ടിയാൽ 90 കിട്ടുക? 80 ആണ്. അപ്പൊ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? cos 80ക്ക് ഈക്വൽ ആയിരിക്കണം. cos 80 അല്ലേ? ക്ലിയർ ആണല്ലോ? sin 10 ഡിഗ്രി ഈക്വൽ ടു cos 80 ഡിഗ്രി. ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ sin 1 ഡിഗ്രി എന്തിന് ഈക്വൽ ആയിരിക്കണം? cos പറഞ്ഞു എന്താ കിട്ടുക? cos 89 ആണ് അല്ലേ? cos 89. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. sin തീറ്റ ഈക്വൽ ടു ഇതിനോട് എന്ത് കൂട്ടിയാലാണ് 90 കിട്ടാൻ നോക്കണം അല്ലേ? എന്ത് കൂട്ടിയാലാണ്? sin തീറ്റ ഈക്വൽ ടു cos 90 മൈനസ് തീറ്റ. നോക്ക്, 90 മൈനസ് തീറ്റനോട് തീറ്റ കൂട്ടിയാലല്ലേ 90 കിട്ടുക? ഇത് ക്യാൻസൽ ആയി പോവും അല്ലേ? 90 മൈനസ് തീറ്റനോട് തീറ്റ കൂട്ടി നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. അതുകൊണ്ട് sin തീറ്റ ഈക്വൽ ടു cos 90 മൈനസ് തീറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. sin തീറ്റ ഈക്വൽ ടു cos 90 മൈനസ് തീറ്റ, അതേപോലെ cos തീറ്റ ഈക്വൽ ടു sin 90 മൈനസ് തീറ്റ. റെഡി അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും അല്ലെ? ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും. അപ്പോൾ ഡിഗ്രി മെഷറിൽ 90 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 90 ഡിഗ്രി എന്തിന് ഈക്വൽ ആയിരുന്നു? എന്ത് റേഡിയൻ മെഷറിന് ഈക്വൽ ആയിരുന്നു? ഓർമ്മയുണ്ടോ? π/2 റേഡിയൻ ആയിരുന്നു അല്ലേ? അതായത് 90 ഡിഗ്രി എന്തിന് ഈക്വൽ ആണ്? π/2 റേഡിയൻ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി മാറ്റി എങ്ങനെ എഴുതാം? sin തീറ്റ ഈക്വൽ ടു cos π/2 മൈനസ് തീറ്റ. കണ്ട, ഇത് റേഡിയനിലേക്ക് മാറി. അതേപോലെ cos തീറ്റ ഈക്വൽ ടു എന്താണ്? sin π/2 മൈനസ് തീറ്റ. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? നമുക്ക് കിട്ടിയത് sin തീറ്റ ഈക്വൽ ടു cos π/2 മൈനസ് തീറ്റ, cos തീറ്റ ഈക്വൽ ടു sin π/2 മൈനസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഈക്വലായി വേറെയും കുറച്ച് വാല്യൂസ് ഉണ്ട്, നോക്കാം നമുക്ക്. അടുത്തത് ടാനിലേക്ക് വരാം അല്ലെ? സൈന് കഴിഞ്ഞു, കോസ് കഴിഞ്ഞു, ടാനിലേക്ക് വരാം. tan 0 അവിടെ നോക്കട്ടെ. tan 30 നോക്കല്ലേ? tan 30 എത്രയായിരുന്നു? 1/√3 ആയിരുന്നു. എവിടെ 1/√3 വരുന്നേ? ലാസ്റ്റ് 1 അല്ലേ? ആ എന്തിന് ഈക്വൽ ആണ്? cot 60ക്ക് ഈക്വൽ ആണ്. cot 60. cot 60ക്ക് ഈക്വൽ ആണ്. അതുപോലെ tan 45. എന്താ tan 45? tan 45 കിട്ടുന്നത് 1 ആണ്. ഏതാ 1 വരുന്നത്? ഇവിടെ 1 വരുന്നുണ്ടല്ലേ? cot 45 ഈക്വൽ ആണ്. അതുപോലെ tan 60 നോക്കാം നമുക്ക്. എന്തിന് ഈക്വൽ ആണ്? tan 60 എന്ന് പറഞ്ഞാൽ √3 ആയിരുന്നു. അത് എന്തിന് ഈക്വൽ ആണ്? 30. cot 30ക്ക് വേറെ എവിടെ √3 വരുന്നില്ലല്ലോ? ഇല്ല. tan 60 √3 ആണ്. അതുപോലെ cot 30 എന്താണ്? √3 ആണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ വരുന്നത്? 30 + 60 90 ആണ്. 45 + 45 90 ആണ്. 60 + 30 90 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ പറഞ്ഞ അതേപോലെ പറയാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? sin തീറ്റ ഈക്വൽ ടു cos π/2 മൈനസ് തീറ്റ, cos തീറ്റ ഈക്വൽ ടു sin π/2 മൈനസ് തീറ്റ. ഇവിടെ നമുക്ക് എന്ത് പറയാം? tan തീറ്റ ഈക്വൽ ടു cot π/2 മൈനസ് തീറ്റ അല്ലെ? cot π/2 മൈനസ് തീറ്റ. തിരിച്ചും പറയാം cot തീറ്റ ഈക്വൽ ടു tan π/2 മൈനസ് തീറ്റ. ഓക്കെ ആണല്ലോ? അപ്പൊ 4 റിസൾട്ട് ആയി അല്ലേ? sin തീറ്റ ഈക്വൽ ടു cos π/2 മൈനസ് തീറ്റ, cos തീറ്റ ഈക്വൽ ടു sin π/2 മൈനസ് തീറ്റ, tan തീറ്റ ഈക്വൽ ടു cot π/2 മൈനസ് തീറ്റ, cot തീറ്റ ഈക്വൽ ടു tan π/2 മൈനസ് തീറ്റ. അടുത്ത് എന്തായിരിക്കും? ഇനി നമുക്ക് പറയാനുള്ളത് കൊസീക്കും സീക്കും ആണല്ലേ? നമുക്ക് നോക്കി നോക്കാം എന്താണ്. കൊസീക്ക് 30 നോക്കാം നമുക്ക്. cosec 30 എത്ര കിട്ടുക? 2 ആണല്ലേ? ആ എന്തിന് ഈക്വൽ ആണ്?
സീക്ക് 60 ഈക്വൽ ആണ്. അതുപോലെ കൊസീക്ക് 45 കൊസീക്ക് 45 എന്താണ് √2 ആണ്. അത് ഏതിന് ഈക്വൽ ആണ്? സീക്ക് 45 ഈക്വൽ ആണ്. ലാസ്റ്റ് വൺ നമുക്ക് കൊസീക്ക് 60 നോക്കാം. കൊസീക്ക് 60 ഈക്വൽ ടു കൊസീക്ക് 60 എന്താ കിട്ടുക? 2/√3 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? സീക്ക് 30 ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് റിസൾട്ട് പറയാം? ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറയാം. എന്താണ്? കൊസീക്ക് തീറ്റ ഈക്വൽ ടു സീക്ക് π/2 മൈനസ് തീറ്റ. നെക്സ്റ്റ് വൺ സീക്ക് തീറ്റ ഈക്വൽ ടു കൊസീക്ക് π/2 മൈനസ് തീറ്റ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആ റിസൾട്ട് ഒന്ന് നോക്കാം, വേഗം ഒന്ന് നോക്കാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കൊസീക്ക് സീക്ക് കോട്ട് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? സൈൻ കോസ് ടാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം, കിട്ടിയ റിസൾട്ട് നോക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് π/2 മൈനസ് തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ, രണ്ടും സെയിം ആണ്. ഇനി കോസ് തീറ്റ ഈക്വൽ ടു സൈൻ π/2 മൈനസ് തീറ്റ. അത് കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് π/2 മൈനസ് തീറ്റ, അല്ല എങ്ങനെയും പറയാം? ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ എന്നും പറയാം. അടുത്തത് കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ π/2 മൈനസ് തീറ്റ, അല്ലെങ്കിൽ കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. ലാസ്റ്റ് വൺ കൊസീക് തീറ്റ ഈക്വൽ ടു സീക് π/2 മൈനസ് തീറ്റ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? കൊസീക് തീറ്റ ഈക്വൽ ടു സീക്ക് 90 മൈനസ് തീറ്റ. അടുത്തത് സീക് തീറ്റ ഈക്വൽ ടു കൊസീക് π/2 മൈനസ് തീറ്റ, അല്ലെങ്കിൽ സീക് തീറ്റ ഈക്വൽ ടു കൊസീക്ക് 90 മൈനസ് തീറ്റ. ക്ലിയർ ആണല്ലോ? ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പം പഠിച്ച 6 റിസൾട്ട് ആണ്. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ, പിന്നെ ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ, അതുപോലെ കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. പിന്നെയുള്ള എന്തായിരുന്നു? കൊസീക് തീറ്റ ഈക്വൽ ടു സീക്ക് 90 മൈനസ് തീറ്റ, അല്ലെങ്കിൽ സീക്ക് π/2 മൈനസ് തീറ്റ. ലാസ്റ്റ് വൺ സീക്ക് തീറ്റ ഈക്വൽ ടു കൊസീക്ക് π/2 മൈനസ് തീറ്റ. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ഇതിലേക്ക് പോവാം. കോട്ട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. കോട്ട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്താണ് സംഭവം നോക്കാം. ഓക്കെ, നമ്മളും പഠിച്ചിരിക്കുന്ന സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 6ഉം ഇതിൽ പലതും എന്താണ്? ഷോർട്ട് ഫോം ആണ്. എന്തല്ല, ഫുൾ ആയിട്ട് പറയുന്നില്ല നമ്മൾ. അതായത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും കോസ് തീറ്റ അല്ല, കൊസൈൻ എന്നാണ്, കൊസൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. അതുപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ അല്ല, ടാൻജന്റ് ആണ്. ഇതിനാണ് നമ്മൾ ഷോർട്ടാക്കി എന്താക്കുന്നത്? ടാൻ ആക്കുന്നത്. അതുപോലെ കോട്ട് എന്ന് പറഞ്ഞാൽ കോട്ടല്ല, പകരം എന്താണ്? കോട്ടാൻജന്റ്. ഓക്കെ ആണല്ലോ. ഇതിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? കോട്ട് എടുക്കുന്നത്. ഇവിടുന്ന് കോസ്, ഇത് സൈന്, ഇത് ടാന്, കോട്ട്. അടുത്തത് സീക്ക് അല്ലേ, സീക്ക് തീറ്റ. അത് സീക്ക് തീറ്റ അല്ല, സീക്കൻഡ് ആണ് ശരിക്കും, സീക്ക്. അതിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? സീക്ക് എടുക്കുന്നത്. പിന്നെന്താണ്? കൊസീക്ക് അല്ലേ, കൊസീക്കൻഡ്. ഇവിടെ നമ്മൾ എന്തെടുക്കും? കൊസീക്ക് എടുക്കും. നോക്കണേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ്? CO, കോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? CO. ക്ലിയർ ആണല്ലോ? CO ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുന്നത്? സൈൻ തീറ്റ. ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ടാൻ ആണല്ലേ, ഈ സാധനമാണിത്. ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഫംഗ്ഷന്റെ മുമ്പിൽ CO ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കിട്ടും. ഇനി CO ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? കൊസൈനുള്ള ഷോർട്ടാക്കി എന്ത് വിളിക്കാം? സൈൻ എന്ന് വിളിക്കാം. അതുപോലെ കോട്ടാൻജന്റ് എന്നുള്ളത് മാറി എന്ത് വിളിക്കാം? നമുക്ക് കോട്ട് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ ആണല്ലോ? കോട്ട് തീറ്റ. അതായത്
CO മുമ്പിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടും? കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒഴിവാക്കിയ ടാൻ തീറ്റ, ഇവിടെ ഒഴിവാക്കി സീക്കൻഡ് ഒഴിവാക്കിയ സീക് തീറ്റ, ഇവിടെ കൊസീക്കിന് പകരം കൊസീക് തീറ്റ. അപ്പൊ കിട്ടിയത് സൈനിന്റെ കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെന്ത്? കോസ് തീറ്റ. അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ആയിരുന്നു. അതേപോലെ ടാൻ തീറ്റ നോക്കുക. ടാനിന്റെ കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണെന്ത്? കോട്ട് തീറ്റ. കാരണം ടാനിന്റെ മുമ്പിൽ കോ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ടാനിന്റെ മുമ്പിൽ CO എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോട്ട് കിട്ടും അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? ടാൻ തീറ്റ ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ. ഓക്കെ അല്ലേ? അതേപോലെ ലാസ്റ്റ് വണ്ണ് ഇവിടെ നോക്കുക. സീക്കിന്റെ മുമ്പിൽ CO ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? കൊസീക് തീറ്റയാണ്. സീക്കിന്റെ മുമ്പിൽ CO ചേർത്ത് കഴിഞ്ഞാൽ കൊസീക് തീറ്റ. അവിടെ നമ്മൾ എന്താ പഠിച്ചത്? സീക് തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ കോസ് π/2 മൈനസ് തീറ്റ. അപ്പോ നമുക്ക് കിട്ടിയത് കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. എങ്ങനെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു? ഒന്നുകിൽ ഫംഗ്ഷന് മുമ്പിൽ CO ചേർത്തിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ CO ഒഴിവാക്കി കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ.